ആരെന്നറിയാത്ത ഒരു പാഴ് ജന്മം. തന്ത ആരെന്ന് തള്ളയോട് ചോദിച്ചപ്പോ ഈ സൈക്കിൾ ചവിട്ടി നടന്ന ആളാണ് നിന്റെ തന്ത എന്ന് തള്ള. അതെ, എന്തോ ആരാടോ എന്റെ തന്ത? അതിപ്പോ അമ്മ സൈക്കിൾ ചവിട്ടി നടന്ന ആളെന്ന് പറയുമ്പോ ഏതെങ്കിലും സൈക്കിളജ്ഞക്കാരനായിരിക്കൂ. അങ്ങനല്ലേ? വരെ ഇത് മംഗലശ്ശേരിയാ, അല്ലാതെ സർക്കസ് കൂടാറല്ല കേട്ടാ. തന്തയാണ് പോലും. എന്തിനാണ് ഈ പടജന്മം തന്നത്? എന്തിന്? സൈക്കിള് ചവിട്ട് കുന്തളിച്ച് നടന്നപ്പോ എന്തിന് തന്നോ ജന്മം? മോനെ ഉപദ്രവിക്കരുത്, അച്ഛന്റെ സ്ഥാന ഉപദ്രവിക്കരുത്. അച്ഛന്റെ സ്ഥാനം എന്ന് പറയുമ്പോ നെറ്റത്ത് പി വെച്ചോണ്ട് നടക്കണാണ് അച്ഛന്റെ സ്ഥാനം. മോനെ എപ്പോ അരിശം കഴിഞ്ഞാൽ ഇങ്ങനെ ഉപദ്രവിക്കരുത്, അച്ഛന്റെ സ്ഥാനം അത്. അച്ഛന്റെ സ്ഥാനം അച്ഛൻ അങ്ങനെ വയറിലൊന്നും ചെയ്യല്ലേ. വയറോ? വയറിലും വയറല്ലത് ടയറ്. അച്ഛന്റെ സ്ഥാന കുട്ടി ഒന്നും ചെയ്യരുത്. ചെയ്യും, പാപം കിട്ടും. നാണം കിടന്നത് ഞാനാ. വരെ സ്ക്രൂ കിട്ടി. സൈക്കിളിൽ നിന്ന് പോയതായിരിക്കും സ്ക്രൂ. അല്ല, സ്ക്രൂ കിട്ടി. സ്ക്രൂ അല്ല, അച്ഛൻ ആരാണെന്നുള്ള ക്ലൂ കിട്ടിയിരിക്കുന്നു. ആരാണാവോ ഈ മഹാഭാവൻ ചെയ്തതൊന്ന് പറയാ വിദ്വാന്റെ പേര്. ഈ സൈക്കിളിന്റെ സീറ്റ് ചെറുതാവുമ്പോ ചെറിയ തന്തിയുള്ള ആരോ ആണ് എന്റെ തന്ത. ആണോ? അങ്ങനെ ഇപ്പോ ഈ ഭാഗത്ത് അത്തരത്തിലുള്ള ആളാരാണവോ? എന്നെ എന്തിനാ നോക്കണേ? കുന്തം പോയാൽ കുടത്തിനും തപ്പണമല്ലേ? ഞാൻ അങ്ങനെ നോക്കണ ഒരാളല്ല. എന്നിട്ടാണോ കുടുംബശ്രീയില് ജാനകിയൊക്കെ ഇട്ട് തല്ലിയത്? അതൊരബദ്ധം പറ്റി. തന്തയാണത്ര തന്ത. വരെ എന്താ? കാറ്റടിക്ക. ഓ, കാറ്റടിച്ച് കാറ്റടിച്ച് വിട്ട് കാറ്റടിക്ക. ഇത് തന്നെ എന്റെ ജോലി. മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണ. നീലകണ്ഠന്റെ അല്ല, എന്റെ മരണം ഇവിടെ നടക്കാൻ പോണേ. നീല കണ്ട താൻ നീല കണ്ടെന്നുണ്ടെങ്കിൽ തന്റെ മനസ്സിൽ വെക്കുക. അത് നാട്ടുകാർ മുഴുവൻ കേൾക്കാൻ വിളിച്ചു പറയല്ല വേണ്ട. എന്താണാവോ ഇയാൾ ഉദ്ദേശിച്ചെന്ന് എനിക്ക് ആകെ ഓർമ്മ കൊണ്ട് എടുത്തിട്ടേന്. നീല